ജോലി ഒന്നാണെങ്കിലും കൂലിയിൽ വിവേചനമെന്ന് പരാതി. തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാരാണ് വേതനത്തിൽ തുല്യതയില്ലെന്നാരോപിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. കോർപ്പറേഷനിലെ ജീവനക്കാർ ഇപ്പോഴും വാങ്ങുന്നത് 2013 ശമ്പളമാണ്. ആഞ്ഞ കാറ്റ് വീശിയാൽ, ഇടിയൊന്ന് വെട്ടിയാൽ പിന്നെ വൈദ്യുതിയുടെ കാര്യം പറയണ്ട. പ്രളയം വന്നാലും പേമാരി വന്നാലും, എന്തിനേറെ കാറ്റ് വീശിയാൽ പോലും വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ ജോലി ഏറെയാണ്. രാവും പകലും ഇടതടവില്ലാതെ സേവനം നൽകുന്ന തൊഴിൽ മേഖലയാണ് വൈദ്യുതി വകുപ്പ്. ജോലിയുടെ പ്രത്യേകത പരിഗണിച്ചാണ് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളം നിശ്ചയിക്കുന്നതും. എന്നാൽ ഇതേ പണിയെടുക്കുന്ന തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി ജീവനക്കാർ ഇപ്പോഴും വാങ്ങുന്നത് 2013 ശമ്പളമാണ്. 82ഓളം ജീവനക്കാരാണ് ശമ്പളത്തിന്റെ ആനുപാതിക വർധനവില്ലാതെ തൊഴിലെടുക്കുന്നത്. ഇവർക്കൊപ്പം താൽക്കാലിക ജീവനക്കാരുടെ ദുരിതം വേറെയും. 2013 KCBയിൽ ജീവനക്കാർക്ക് ശമ്പള വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം തൃശ്ശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിൽ അങ്ങനെയൊന്നും നടപ്പിലായിട്ടില്ല. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് അവർ കോർപ്പറേഷൻ ഭരണാധികാരികളെ സമീപിക്കുകയും സ്റ്റേറ്റ് ലെവലിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം അവർ സത്യം പറഞ്ഞൊരു മാർച്ച് മുതൽ ഒരു പ്രത്യക്ഷ സമരത്തിലാണ്. ഇപ്പോൾ പലരും വന്നിവിടെ ജോയിൻ ചെയ്യണമെങ്കിലും അവർ വേണ്ട പ്രവൃത്തികൾ ചെയ്യണില്ല. KCBയിൽ വർക്കുന്നവരും ഇവിടെയും അവർ ഒരേ പ്രവൃത്തി ചെയ്യണത് ഒരു അടിയന്തര ഘട്ടത്തിൽ ഏത് സമയത്തും വന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അപ്പൊ അത് ഒരു കൂട്ടർക്ക് കിട്ടുന്നു, ഒരു കൂട്ടർക്ക് അത് ലഭിക്കുന്ന എന്ന് പറയുമ്പോൾ ഒരു രണ്ട് തരമില്ലേ നിയമം. അത് പാടില്ല. KCB കിട്ടണം, അതായത് തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെ ജീവനക്കാർക്കും ഇലക്ട്രിസിറ്റി വിഭാഗത്തിന് കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. 8,000 മുതൽ 15,000 രൂപ വരെയാണ് ഇതുമൂലം ഓരോ മാസവും ജീവനക്കാർക്ക് ശമ്പളമിനത്തിൽ നഷ്ടം വരുന്നത്. 1970 മുതൽ KCBയിലെ ജീവനക്കാർക്ക് തത്തുല്യമായ ശമ്പളമാണ് കോർപ്പറേഷനിലെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്കും നൽകാറ്. എന്നാൽ തങ്ങൾക്ക് അത്തരത്തിലുള്ള വർധനവ് ലഭിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ ആരോപിച്ചു. ജനം, തൃശൂർ.